France are phenomenon. There's only one favourite now. Beautiful, beautiful. Something close to genius. Ronaldo! They've done it in a hurry. When I was at Real Madrid, we had a very good team. Ronaldo! Again and again and again. Same man, same old story. Now to some breaking news concerning Kylian Mbappe and his future at Paris Saint-Germain. As you can see, I've been joined by our chief reporter. സാന്റിയാഗോ ബെർണാബു, ആ സ്റ്റേഡിയത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തരിച്ചു കയറുന്ന ഒരുപാട് ത്രസിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകും. മഹാരഥന്മാരായ എത്രയെത്ര കളിക്കാർ, ആൽഫ്രഡ് ഡി സ്റ്റെഫാനോ മുതൽ സിനദിൻ സിദാന്റെയും റൊണാൾഡോ നസാരിയോയുടെയും കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും വിനീഷ്യസ് ജൂനിയറിന്റെയും കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. സാന്റിയാഗോ ബെർണാബുവിലെ ആരാധകരെ കൂടാതെ ആ പുല്ലുകളിൽ വരെ തീ കോരിയിട്ട ഒരു കളിക്കാരനായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ കാലഘട്ടത്തെക്കുറിച്ച് റിയൽ മാഡ്രിഡ് ഫാൻസിന് രോമാഞ്ചത്തോടെ ഇല്ലാതെ ഓർക്കാൻ സാധിക്കുകയില്ല. റിയൽ മാഡ്രിഡ് പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസ് എന്ന ആ അധികായൻ തുടങ്ങിവെച്ച ഗാലക്ടിക്കോ എന്ന കൂട്ടത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു മുതലിനെ കുറിച്ച് ക്രിസ്ത്യാനോ പറഞ്ഞുവെച്ച ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഫുട്ബോൾ സുൽത്താന്റെ റിയൽ മാഡ്രിഡിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക്. ദ റീബിൽഡ് ഓഫ് ബാഡാസ് ഗാങ്. ഗലക്ടിക്കോസ്, ആ ഒരു ഗ്യാങ്ങിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏതെല്ലാം കളിക്കാരായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു ചേരുക? FC ബാഴ്സലോണയുടെ യൂറോപ്യൻ ആധിപത്യത്തിന് തടയിടുന്നതിനു വേണ്ടി ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് എല്ലാവരും വിധിയെഴുതിയ ഒരു ട്രാൻസ്ഫറിൽ കൈവച്ചുകൊണ്ട് റിയൽ മാഡ്രിഡ് പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസ് നടത്തിയ ആ തുടക്കം. അതെ, 2000-ൽ ലൂയി ഫിഗോയെ FC ബാഴ്സലോണയിൽ നിന്നും റിയൽ മാഡ്രിഡിലേക്ക് എത്തിച്ച ആ തുടക്കം ചെന്നെത്തിയത് ഗാലക്ടിക്കോ എന്ന ഗ്രൂപ്പിലേക്കായിരുന്നു. ലൂയി ഫിഗോ, സിനദിൻ സിദാൻ, റൊണാൾഡോ നസാരിയോ, ഡേവിഡ് ബെക്കാം, മൈക്കിൾ ഓവൻ, റോബർട്ടോ കാർലോസ്, റോബിഞ്ഞോ, സെർജിയോ റാമോസ്, അങ്ങനെ തുടരുന്ന ഗാലക്ടിക്കോ എന്ന ആ കൂട്ടം. ഇവരുടെ വരവ് റിയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ ലോകം ഭയപ്പെടുന്ന ഒരു ഫുട്ബോൾ ഗ്യാങ്ങാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, ഗ്യാരത്ത് ബെയ്ൽ, ബെൻസീമ, മോഡ്രിച്ചിനെ പോലെയുള്ള കളിക്കാർ റിയൽ മാഡ്രിഡിനെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ പുതിയ ജനറേഷൻ ടാലൻസ് ആയ വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ചേർത്ത് വെച്ച പെരസ് വീണ്ടും ഒരു ഗാലക്ടിക്കോയെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രണത്തിലേക്ക് കടന്നു എന്ന റൂമറുകൾ ഫുട്ബോൾ ലോകത്തെ തെല്ലൊന്നുമല്ല ത്രില്ലടിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ റിയൽ മാഡ്രിഡ്, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കത്തിപ്പടരുന്ന 1000 ഓർമ്മകൾ ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എംബാപ്പയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എംബാപ്പെ റിയലിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ലോകം അതിനുവേണ്ടി തയ്യാറാകണം. എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ഒരു ടീമിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ലോകത്തിലുള്ള ഒരു ഡിഫൻസിനും അവരെ തടയാൻ സാധിക്കുമെന്ന്. കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെയും എംബാപ്പയുടെയും സ്പീഡിന് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരും അവർക്ക്. നത്തിങ് ക്യാൻ ഡു, എസ്പെഷ്യലി ജൂഡ് ബെല്ലിംഗ്ഹാമും മോഡ്രിച്ചും അവർക്ക് പാസുകൾ കൊടുക്കുമ്പോൾ. ഈ കോംബോ വരികയാണെങ്കിൽ റിയൽ മാഡ്രിഡ് അടുത്ത ചാമ്പ്യൻസ് ലീഗും ലാലിഗയും നേടുകയും എംബാപ്പെ ആ സീസണിൽ ടോപ്പ് സ്കോറർ ആകുകയും അവൻ ഫസ്റ്റ് ബാലൻ ഡിയോറിലേക്ക് എത്തപ്പെടുകയും ചെയ്യും.
ഇതെല്ലാം എംബാപ്പയുടെ ആദ്യ റിയൽ മാഡ്രിഡ് സീസണിൽ തന്നെ സംഭവിക്കും. ഇതായിരുന്നു റൊണാൾഡോയുടെ മറുപടി. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് അത് ശരിയാകുക തന്നെ ചെയ്യും. റിയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ നെഞ്ചോട് ചേർത്ത ആരാധകർക്കുള്ള പാപ്പ പെരസിന്റെ സമ്മാനം. ദ വേൾഡ് ഈസ് നോട്ട് റെഡി ഫോർ ദം. നമുക്ക് കാത്തിരിക്കാം റിയൽ മാഡ്രിഡിലെ പുതിയ ഗാലക്ടിക്കോസിന്റെ വരവിനായി.